തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ബി ജെ പിക്ക് ഇവിടെ 80 സ്ഥാനാർത്ഥികളില്ല, ബി ജെ പിക്ക് അവിടെ 140 സ്ഥാനാർത്ഥികളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളും മാപ്രകളും എല്ലാം ചേർന്ന് ബി ജെ പിയെ കടന്നാക്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ്? 77% നിന്ന് ബി ജെ പി 90% എത്തിയിരിക്കുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതായത് 90% സ്ഥാനാർത്ഥികളെയും ബി ജെ പി മത്സരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ എടുത്തു കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. 23,505 വാർഡുകളിൽ എത്ര വാർഡുകളാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എൻ ഡി എയുടെ കാൻഡിഡേറ്റ്സ് മാത്രം ഈ 23,505 വാർഡുകളിൽ 21,065 വാർഡുകളിലും മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് 90% അല്ലെങ്കിൽ 90% സ്ഥാനാർത്ഥികളെയും ബി ജെ പി അണിനിരത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, 23,505 വാർഡുകളിൽ എൻ ഡി എ 21,065 സ്ഥാനാർത്ഥികളെയും നിർത്തിയിട്ടുണ്ട്. ആ വാർഡുകളിലും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 2020 19,418 വാർഡുകളിൽ 15,000 സ്ഥാനാർത്ഥികളെ മാത്രമായിരുന്നു ബി ജെ പി നിർത്തിയിരുന്നത് അല്ലെങ്കിൽ എൻ ഡി എ മത്സരിപ്പിച്ചിരുന്നത്. അന്ന് 77% ആ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ചരിത്രപരമായിട്ടുള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 77% നിന്നും 90% സ്ഥാനാർത്ഥികളെ ഇത്തവണ നിർത്താനായി സാധിച്ചിട്ടുണ്ട്. 19,418 വാർഡുകളിൽ 15,104 സ്ഥാനാർത്ഥികളെയാണ് 2020 നിർത്തിയിരുന്നത്. ഇതിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ മാത്രം 19,418 പേർ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. താമര ചിഹ്നത്തിലാണ് ഇവർ മത്സരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് 23,505 വാർഡുകളിൽ 19,418 വാർഡുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ താമര ചിഹ്നത്തിൽ ജനവിധി തേടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എൻ ഡി എ സഖ്യകക്ഷികൾ 378 സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ എൻ ഡി എ ഇൻഡിപെൻഡൻസ് 816 സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. അതായത് എൻ ഡി എയുടെ ഇൻഡിപെൻഡന്റുകളായി 816 സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ മുഴുവൻ 21,065 സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് വേണ്ടി ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അണിനിരക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഔദ്യോഗികമായിട്ടുള്ള കണക്കാണിത്. പക്ഷേ ഇപ്പോഴും മാധ്യമപ്രവർത്തകരും മാപ്രകളും ഫോക്കസ് ചെയ്യുന്നത് ബി ജെ പിക്ക് എവിടെയെങ്കിലും തളർച്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമാണ്. പക്ഷേ വസ്തുത ഇതാണെന്നിരിക്കെ മാധ്യമപ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും വിലപ്പോകില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ ഇപ്പോൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.